സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സിംഗിൾ ഫേസ് ഡി ബി ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ പലരും ഒരുപാടായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡി ബി ഡ്രസ്സിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ, സിംഗിൾ ഫേസ് ഡി ബി അതുപോലെ 3 ഫേസ് ഡി ബി. ഇപ്പോൾ ആൾറെഡി ഇവിടെ ഒരു ഡി ബി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, കൺസീൽഡാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏകദേശമൊക്കെ ഒരു ഡ്രസ്സിങ് ഏകദേശം ആയിട്ടുണ്ട്. MCB കണക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്, ഏത് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടെ ഡി ബി കൺസീൽഡാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു 12 വേൻ്റെ സിംഗിൾ ഫേസ് ഡി ബി ആണ്. L&T കമ്പനീൻ്റെ 12 സിംഗിൾ ഫേസ് ഡി ബി ആണ്. ഇത് കൺസീൽഡാക്കി വെച്ചിട്ടുണ്ട്. അതിന് പുറമെ ഇതിലേക്കുള്ള ഇൻകമർ കേബിള് ഇത് യൂസ് ചെയ്യുന്നത് തന്നെ UPS DB ആക്കിയിട്ടാണ്. UPS DB ആണ് ഇത് ഡിനോട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്, സിംഗിൾ ഫേസ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു DBൻ്റെ ആവശ്യമുള്ളൂ. UPS DB ആകുമ്പോൾ അത്യാവശ്യം കുറച്ച് സർക്യൂട്ടിന് ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ സിംഗിൾ ഫേസ് DB യൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ ഇതിലേക്കുള്ള ഇൻകമർ കേബിള് നമ്മൾ 6 സ്ക്വയറിൻ്റെ അലുമിനിയം കേബിളാണ് നമ്മൾ ചെയ്തിട്ട്, അത് ഗ്ലാൻഡൊക്കെ ചെയ്തിട്ട് നമ്മൾ DBയിലേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിൽ സീലിംഗ് വരുന്ന ഈ ഒരു വാളിൽ സീലിംഗ് വരെ നമ്മൾ കൺസീൽഡാക്കിയിട്ടാണ് കേബിൾ ലേ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 2 10SWGൻ്റെ കോപ്പറുണ്ട്. എർത്തിങ്ങിന് വേണ്ടിയിട്ട് നല്ല പ്രോപ്പറാക്കിയിട്ട് തന്നെ 2 ഡബിൾ എർത്തിങ് ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ്, ഇതിലിപ്പോൾ വെളിച്ചം കുറവാണ്, ഇപ്പോൾ കാണാം. 10SWGൻ്റെ ഒരു 2 കോപ്പർ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ അലൂമിനിയം കേബിള്. ഇതിൽ വളരെ കുറഞ്ഞ സർക്യൂട്ടേ ഉള്ളൂ. ടോട്ടൽ 4 സർക്യൂട്ടേ ഇതുവരെയായിട്ട് ചെയ്തിട്ടുള്ളൂ. 4 സർക്യൂട്ടേ ഉള്ളൂ. പിന്നെ ഫ്യൂച്ചറിലേക്ക് ആക്കിയിട്ട് കണ്ടുവച്ചതാണ്. പിന്നെ ഇതിൽ വയറിംഗ് എല്ലാം ഏകദേശം റെഡി ആക്കിയിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ DBൻ്റെ ഇടത് വശത്ത് വരുന്ന ഈ ഒരു ലിങ്ക് ബാറാണ് എർത്തിന് വേണ്ടിയിട്ടുള്ള എർത്ത് ലിങ്ക്. അതുകൊണ്ട് തന്നെ ആ 2 കോപ്പർ എർത്തിങ് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ കോപ്പർ കമ്പി ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഔട്ട് നമ്മളെ സർക്യൂട്ട് 3 സർക്യൂട്ട് വലിച്ചതിൽ 3 എർത്തിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടു, ഇതിൽ ഫൊറോൾസ് എല്ലാം അത് ഞാൻ പിന്നെ പറയാം, അതിന് ശേഷം പറയാം. അതിനുശേഷം ഈ സൈഡിലാണ് നമ്മുടെ ന്യൂട്രൽ ലിങ്ക്, ഈ ബ്ലാക്ക് ന്യൂട്രൽ ലിങ്ക്. ഈ സർക്യൂട്ടിലുള്ള 3 ന്യൂട്രലും ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ രീതിയിലേക്ക്. പിന്നെ MCB വെക്കുന്നൊരു പോർഷനാണ് ഇത്. നമ്മളെ ഇൻകമർ ഇവിടെ, അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഔട്ട് ഗോയിങ് MCBകൾ വെക്കേണ്ട ഒരു പോർഷനാണ്. അതിൻ്റെ ഈ റെയിലാണ് നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ട് വെക്കുന്നത്, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വെക്കുന്ന രീതിയിൽ. അത് ഇപ്പോൾ ടെസ്റ്റിങ് ആൾമോസ്റ്റ് ഇതിൻ്റെ ഒരു MCBയിലേക്ക് കണക്ട് ചെയ്യുന്ന വർക്ക് കഴിയിട്ടില്ല. ലേ ചെയ്ത് കണ്ടൊക്കെ ടെസ്റ്റിങ് ഇതിൽ ലിങ്കിലൊക്കെ കൊടുത്തിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളൂ. എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് അത്ര ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്ത വർക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പറഞ്ഞാൽ തന്നെ മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ നമ്മൾ 2 പോൾ ELCBൻ്റെ ഇൻകമർ വെക്കാം ഫസ്റ്റ്. ചിലർ ഈ സൈഡിൽ വെക്കാറുണ്ട്, എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മൾ സാധാരണ ഇവിടെയാണ് വെക്കാറ്, ഈ ഇടത് വശത്ത് ഇൻകമർ വെക്കും. ഐസൊലേറ്റർ, അതുപോലെ ELCB, പിന്നെ MCBകൾ, ആ രീതിയിലാണ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ ഈ കേബിൾ നമ്മൾ UG കേബിൾ ഇങ്ങനെ കുറച്ച് ലേ ചെയ്തിട്ട് ഒരു ചെറിയൊരു സ്പെയറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്യും. ഇവിടെ ഇത് വളച്ചിട്ട് നമ്മളെ ഈ അലൂമിനിയം ഇൻകമിങ് കേബിള് ഇവിടെ ചെറിയൊരു റൗണ്ട് ഷാർപ്പ് ബെൻഡാവാത്ത രീതിയിൽ ഇങ്ങനെ ചെറിയൊരു ബെൻഡാക്കിയിട്ട് നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യാം. അതായത് ഇവിടെ ഈ ELCB വെക്കുന്ന അല്ലെങ്കിൽ ഐസൊലേറ്റർ വെക്കുന്ന അതിലേക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഔട്ട് ഗോയിങ് സൈഡിൽ നിന്നാണ് ഇങ്ങനെ മുകളിലൂടെ ഇട്ടിട്ട് നമ്മളെ ഈ MCBയിലേക്ക്, തൊട്ടടുത്ത് തന്നെ ഔട്ട് ഗോയിങ് സർക്യൂട്ടിലേക്ക് MCB ഒക്കെ തൊട്ടടുത്ത് തന്നെ വെക്കാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ താഴെ വശത്ത് ലിങ്ക് ചെയ്തിട്ട് ടോട്ടലാക്കിയിട്ട് ലിങ്ക് ചെയ്യും. അതായത് നമ്മളെ DBൻ്റെ തന്നെ കവറിലുണ്ടാവും ഒരു ലിങ്ക്, നമ്മളെ പാക്കറ്റിലുണ്ടാവും, ആ ലിങ്ക് കണക്ട് ചെയ്യാൻ വേണ്ടത്. എന്നിട്ട് മുകളിൽ ഓരോ MCB ഓരോ ഫീഡറിലേക്ക് ഏതൊക്കെ റൂമിലേക്ക് പോകുന്നത് അതൊക്കെ ഇവിടെ നമ്മളെ 3 സർക്യൂട്ടാണ് നമ്മൾ ഈ ഒരു DBയിലേക്ക് ഇപ്പോൾ വലിച്ചിട്ടുള്ളത്. അത് നമ്മൾ നല്ല വൃത്തിയിൽ മനസ്സിലാൻ പറ്റുന്ന ഇതിൽ ഫെറൂൾ കണക്ട് വെച്ചിട്ടുണ്ട്, ഫെറൂൾസ്. അത് നമുക്ക് സർക്യൂട്ട് എവിടെ പോകുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ C3, അതായത് ഇവിടെയും കൊടുത്തിട്ടുണ്ട് C1, C2, C3. ന്യൂട്രലിൻ്റെ സൈഡിലും C1, C2, C3. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു C1 എന്നുള്ള സർക്യൂട്ടിൻ്റെ ഫേസ് ഏതാണ്, അത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത് C2,
ഇവിടെ ഇത് C1 ഇതാ C1 സർക്യൂട്ട്. അതിൻ്റെ 3 വയറും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ എന്തെങ്കിലും മെയിൻ്റെനൻസ് വരികയാണെങ്കിൽ നമുക്ക് ഇത് ഏത് റൂമിലേക്കാണ് പോകുന്നത്, എവിടെയാണ് പോകുന്നത്, സ്വിച്ചിൽ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ അവിടെ നമുക്ക് സ്വിച്ച് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ C1 കാണുന്നതാണെങ്കിൽ DBയിൽ വന്നാലും നമുക്ക് C1 മനസ്സിലാവും. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ MCB ട്രിപ്പ് ആവുന്നതാണെങ്കിൽ MCBയിൽ നമുക്ക് C2 എന്ന വയറാണ് ട്രിപ്പ് ആവുന്നതെങ്കിൽ നമുക്ക് ഇത് എവിടെയാണ് പ്രശ്നം, ഏത് റൂമിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് C1 C2 എവിടെയെന്നുള്ളത് സ്വിച്ച് ബോർഡിൽ അയച്ചാൽ നമുക്ക് DBയിൽ ഇത് ഏതാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വയർ ഏതാണെന്ന് കണ്ടെത്താൻ പറ്റുകയാണ് ഇങ്ങനെ 3 ഇടാനുള്ള കാരണം. ചിലർ ഈ ഫേസ് മാത്രമേ ഇടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ന്യൂട്രൽ ഏതാണെന്ന് മനസ്സിലാവില്ല. കാരണം ന്യൂട്രൽ എല്ലാം ഇവിടെ ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്, ന്യൂട്രൽ ലിങ്കിൽ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല, ഓരോന്നോരോന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ എർത്തിലും ആ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ പ്രോപ്പറാക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫേസ്, ന്യൂട്രൽ, എർത്ത്. ഫെറോൾസ് ഇടുന്നവരാണെങ്കിൽ ഞാൻ മാക്സിമം ഫെറോൾസ് ഇടാൻ ശ്രമിക്കാം. പല DBയിലെല്ലാം നമ്മൾ മെയിൻ്റനൻസിൻ്റെ വർക്കെല്ലാം പോകുമ്പോൾ ആകെ ഒന്നും മനസ്സിലാവില്ല, ആ രീതിയിലാണ് കാണാറ്. അപ്പോൾ ഇവിടെ നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രോപ്പറായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സിംഗിൾ ഫേസ് DB ആണ്. സിംഗിൾ ഫേസ് DB ചെയ്യുമ്പോൾ ഫെറോൾസ് വളരെ സുഖമാണ്. 3 ഫേസ് DBയിൽ കുറച്ചും കൂടി കൂടുതൽ വയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലാണ് കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എല്ലാവരും ഈ DB ചെയ്യുന്നവർ ഫെറോൾസ് തന്നെ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളെല്ലാവരും ഫെറോൾസ് എല്ലാം ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ MCB എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് കണക്ഷനെല്ലാം കൊടുത്തതിന് ശേഷം ഈ പ്ലേറ്റ് കറക്റ്റ് പ്ലേറ്റ് ഉണ്ടാവും. ഡോറെല്ലാം ഫിനിഷാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഡോറെല്ലാം ഫിറ്റാക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ MCB കണക്ട് ചെയ്തില്ല, ഇതിൻ്റെ ഒരു ഡ്രസ്സിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ വയറെല്ലാം നമ്മളിങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ നല്ല ഉഷാറാക്കിയിട്ട് ഒരു സൈഡിലേക്ക് തന്നെ സൈഡാക്കിയിട്ട് ഇങ്ങനെ ഒരു കേബിൾ ടൈ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. കേബിൾ ടൈ ഒക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് വേണം. അപ്പോൾ ഉണ്ടോ നമ്മൾ ഈ എർത്തിങ്ങിൻ്റെ ഈ കോപ്പർ ഒരു സൈഡിലോട്ട് ചെയ്തിട്ട് എപ്പോഴും DB ഫ്രീ ആയിരിക്കണം. ചില DB ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ വളരെ നിറഞ്ഞിട്ടുണ്ടാവുക, കുറച്ച് വയറുണ്ടാവുള്ളൂ എന്നാലും ആകെ നിറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് മെയിൻ്റനൻസിന് സമയത്ത് ഇതെന്താണെന്ന് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കും, ഒന്നും മനസ്സിലാവാത്ത രീതിയിലുണ്ടാവുക. എപ്പോഴും DB തുറന്നു കഴിഞ്ഞാൽ ഡ്രസ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ DB വളരെ ഫ്രീ ആയിരിക്കണം. ആ രീതിയിലായിരിക്കണം നമുക്ക് DB ഡ്രസ്സിങ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ സിംഗിൾ ഫേസ് DB ആയതുകൊണ്ട് ഇതിപ്പോൾ കാലിയാണ്, ഒന്നുമില്ല, വയറ് വളരെ കുറവാണ്. ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ 3 ഫേസ് DB ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിനേക്കാളും കൂടുതലുള്ള കുറച്ച് കോംപ്ലിക്കേഷനുള്ള മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ DB ഇതിപ്പോൾ കൺസീൽഡാക്കി ഞാൻ ചെയ്തിട്ടുള്ളത്. പലരും ഓപ്പൺ ചെയ്തിട്ടും DB വെക്കാറുണ്ട്. കൺസീൽഡാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഒരു 1/2 സെൻറ്റിമീറ്ററുകൾ നമ്മൾ പുറത്തേക്ക് ആക്കിയിട്ട് വേണം DB വെക്കാൻ. എന്നാൽ നമുക്ക് ഡോറെല്ലാം വെക്കുന്ന സമയത്ത് കറക്റ്റ് ഇതിൻ്റെ ഒരു കറക്റ്റ് ആവുള്ളൂ. അതല്ലെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യുമ്പോൾ ഈ ബാക്ക് സൈഡിൽ മുട്ടിപ്പോയിട്ട് വളരെ ബുദ്ധിമുട്ടാവും. ഇതിൻ്റെ MCB എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം ഡോറൊക്കെ ഇട്ട് ക്ലോസ് ചെയ്ത് നല്ല ഉഷാറാക്കിയിട്ട് ഇത് ചാർജ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സിംഗിൾ ഫേസ് DBയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് 3 ഫേസ് DBയെ കുറിച്ചുള്ള ഇതുപോലുള്ള ഇതിൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.